അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് TCS ഇൻഫോസിസ് എൻട്രൻസ് കോച്ചിങ്ങിന് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വെർബൽ എബിലിറ്റി ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഇന്ന് വെർബൽ എബിലിറ്റി ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, അതിന്റെ ഓപ്ഷൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇത് 2021 ഒരു TCS ക്വസ്റ്റ്യൻ പേപ്പറാണ്, വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നോക്കാം. സം പാർട്ട് ഓഫ് ദ സെന്റൻസ് മേ കണ്ടെയ്ൻ എറർ. ഇഫ് ദർ ഈസ് നോ എറർ, ചൂസ് നോ എറർ. അതായത് ഈ താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ എറർ ഉണ്ടാകാം. അതിൽ എറർ ഉണ്ടെങ്കിൽ, എറർ ഇല്ലെങ്കിൽ നോ എറർ എന്ന് ചൂസ് ചെയ്യാം. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്നത് നോക്കാം. ദ ന്യൂ കമ്പ്യൂട്ടേഷൻ algorithm combines scores with multiple measures of quantitative assessment. അപ്പം the new computation algorithm combines scores with multiple measures of quantitative assessment. ഇവിടെ ഒരു ആക്ഷൻ നടക്കുന്നത് കമ്പൈൻസിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് എറർ? ഒന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാവോ? ഒന്ന് നോക്കാവോ? ഓക്കെ, നമുക്കിനി ഓപ്ഷൻസ് എന്താന്ന് നോക്കാം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ദ ന്യൂ കമ്പ്യൂട്ടേഷൻ അൽഗോരിതം കമ്പൈൻസ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കോർസ് വിത്ത് മൾട്ടിപ്പിൾ മെഷേഴ്സ്. തേർഡ് ഓപ്ഷൻസ് നോ എറർ എന്നുണ്ട്, നമുക്ക് എറർ ഇല്ലെങ്കിൽ നോ എറർ ചൂസ് ചെയ്യാം. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെന്റ്. ഓക്കെ, അപ്പം ഇത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഈ സെന്റൻസിൽ SVO എന്താണെന്ന് നോക്കാം. SVO ഇതിലുണ്ടോ എന്ന് നോക്കാം. നമുക്കൊന്ന് ടെൻസ് വെച്ച് നോക്കാം. വെർബ് എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം SVO എന്താണെന്ന് അറിയാമോ? SVO കേട്ടിട്ടുണ്ടോ? SVO എന്ന് പറയുമ്പോൾ S എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. ഓക്കെ, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അതായത് S എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്, V എന്ന് പറഞ്ഞാൽ വെർബ്, O എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്. നമ്മൾ ഏതൊരു സെന്റൻസ് എടുത്താലും ഈ SVO ഉണ്ടോ നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ സെന്റൻസിൽ SVO ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് സബ്ജക്റ്റ് ഉണ്ടോ, വെർബ് ഉണ്ടോ, ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ദ ന്യൂ കമ്പ്യൂട്ടേഷൻ അൽഗോരിതം കമ്പൈൻസ് സ്കോർസ്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇതാണ് ദ ന്യൂ കമ്പ്യൂട്ടേഷൻ അൽഗോരിതം. അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സബ്ജക്റ്റ്. ഇതിനകത്ത് സബ്ജക്റ്റ് അതാണ്. അപ്പൊ സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, കമ്പൈൻസ് സ്കോർസ് വിത്ത് മൾട്ടിപ്പിൾ മെഷേഴ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെന്റ്. ഒരു കാര്യം ചെയ്യുന്നു, വെർബ് ആണ്. ഓക്കെ, അപ്പം കമ്പൈൻ സ്കോർസ് അതാണ് ഇതിലെ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പൈൻ സ്കോർസ് ആണ് ഇതിനകത്ത് വെർബ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള വിത്ത് മൾട്ടിപ്പിൾ മെഷേഴ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെന്റ് അതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് വരുന്നത് എന്താണ്? ഇതിനെയാണ് ഒബ്ജക്റ്റ് ആയിട്ട് ഇതിനകത്ത് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ മെഷേഴ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെന്റ് എന്താണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് ഒബ്ജക്റ്റ് വരിക. ഓക്കെ, എന്താണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെർബ് വരുന്നത് കമ്പൈൻസ് സ്കോർസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം SVO എന്താണെന്ന് മനസ്സിലാക്കണം. SVO ഈ സെന്റൻസിലും അപ്രൂവ്ഡ് ആണ്, സെന്റൻസിലുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് നോക്കണ്ട. നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം. ഈ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ന്യൂ കമ്പ്യൂട്ടേഷൻ അൽഗോരിതം കമ്പൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും എറർ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നോക്കിയിട്ട് എറേഴ്സ് ഒന്നും ഇല്ലല്ലേ? ദ ന്യൂ കമ്പ്യൂട്ടേഷൻ അൽഗോരിതം കമ്പൈൻ ചെയ്യുന്നു. കമ്പ്യൂട്ടേഷൻ അൽഗോരിതം, പുതിയ കമ്പ്യൂട്ടേഷൻ അൽഗോരിതം കമ്പൈൻസ് ചെയ്യുന്നു. രണ്ടാമത്തെ നോക്കി, അതിനകത്ത് എറർ ഒന്നുമില്ല. രണ്ടാമത്തെ നോക്കാം, സ്കോർസ് വിത്ത് മൾട്ടിപ്പിൾ മെഷേഴ്സ്. സ്കോർസ് വിത്ത്
മൾട്ടിപ്പിൾ മെഷേഴ്സുമായിട്ട് സ്കോർ ചെയ്യുന്നു, സ്കോർസ് വന്നു. അപ്പം അതിനകത്തും എറേഴ്സ് ഇല്ല. ഒന്ന് ചെക്ക് ചെയ്തേ, എറേഴ്സ് ഉണ്ടോ? ഇല്ല. ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെന്റ്, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ട്? അതിനകത്ത് എറർ ഉണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തേ, എറർ ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് ഇതിനകത്ത്? എറേഴ്സ് ഒന്നുമില്ല. പിന്നെ ഇതെന്താണ്? ഈ കമ്പൈൻസ് സ്കോർസ് എന്ന് പറയുന്നത് ഇതിനകത്ത് എറർ ഉണ്ടോ? ഇത് രണ്ടും പ്ലൂറൽ ആണ് അല്ലെ? കമ്പൈൻസ് എന്ന് പറഞ്ഞാലും പ്ലൂറൽ ആണ്, സ്കോർസ് എന്ന് പറഞ്ഞാലും പ്ലൂറൽ ആണ്. പക്ഷെ അവിടെ എറർ ഉണ്ടോ? എറർ ഇല്ല. അപ്പം നോ എറർ ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ആൻസർ ഈസ് നോ എറർ. അപ്പം എറേഴ്സ് ഒന്നുമില്ല. ഈ വേർഡ് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ SVO എന്താണെന്ന് നോക്കാം ആദ്യം. ഫസ്റ്റ് നമുക്ക് SVO എന്താണെന്ന് നോക്കാം. ഒരു സെന്റൻസ്, ഏതൊരു സെന്റൻസും എടുത്തു കഴിഞ്ഞാൽ അതിൽ SVO അപ്രൂവ്ഡ് ആണോ എന്ന് നോക്കുക. അതായത് സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റ് അപ്രൂവ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് എറേഴ്സ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ ഇവിടെ ഒരു പോർഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ എന്താണ് എറർ, അതിന്റെ ഓപ്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണെന്ന് എഴുതി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻ തന്നെ പോലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. The Sharmas are living in this colony for the last 8 years. ശർമാസ് കഴിഞ്ഞ 8 വർഷമായി ആ കോളനി തന്നെ താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷമായി ശർമാസ് കോളനിയിൽ താമസിക്കുന്നുണ്ട്. അപ്പം അതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അതിന്റെ ഓപ്ഷൻസ് ഒന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ എന്താണ്? ദ ശർമാസ്. എറേഴ്സ് ഉണ്ടോ? ദ ശർമാസ്. ഇന്നത്തെ എറേഴ്സ് എന്തെങ്കിലും കാണുന്നുണ്ടോ? നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി, ആർ ലിവിങ് ഇൻ ദിസ് കോളനി. ചെക്ക് ചെയ്യാം. ആർ ലിവിങ് ഇൻ ദിസ് കോളനി. സി എന്താണ്? ഫോർ ദ ലാസ്റ്റ് 8 years. അവിടെ എറേഴ്സ് ഒന്നും ഇല്ല അല്ലേ? ഫോർ ദ ലാസ്റ്റ് 8 years. ഡി എന്താണ്? നോ എറർ ആണ്. അത് എന്തെങ്കിലും എറർ ഇല്ലെങ്കിൽ, ഇതിനകത്ത് എറർ ഇല്ലെങ്കിൽ നമുക്ക് നോ എറർ കൊടുക്കാം കേട്ടോ. അപ്പം നോ എറർ ആണ്. അപ്പൊ നോ എററിനുണ്ട്. അപ്പൊ ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ദ ശർമാസ്. ഓപ്ഷൻ ബി എന്താണ്? ആർ ലിവിങ് ഇൻ ദിസ് കോളനി. ഈ ആർ എന്നുള്ളത് അവിടെ ആപ്റ്റ് ആവുന്നുണ്ടോ? ഈ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇനി ഒന്ന് നോക്കിയേ. The Sharmas are living in this colony for the last 8 years. 8 വർഷമായിട്ട് ശർമാസ് കഴിഞ്ഞ 8 വർഷമായിട്ട് ശർമാസ് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ ഈ 6 വരേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞ 8 വർഷമായിട്ട് താമസിക്കുന്നുണ്ട്, ഇപ്പോഴും താമസിക്കുന്നു. അപ്പം ഈ ആർ എന്നുള്ളത് ചേഞ്ച് ആയി. ഓക്കെ, ഈ ആർ എന്നുള്ളത് ചേഞ്ച് എന്താണ് ആകും? ഹാവ് ബീൻ എന്നാകും. ഓക്കെ, ഹാവ് ബീൻ എന്നാകും. അപ്പം അതിന്റെ ആൻസർ എന്താണ് വരുന്നത്? The Sharmas have been living in this colony for the last 8 years. അപ്പോ ആപ്റ്റ് ആയില്ലേ? The Sharmas have been living in this colony for the last 8 years. എഴുതാം. The Sharmas have been living in this colony for the last 8 years. 8 വർഷമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റ് എന്താണ് വരുന്നത്? ഹാവ് ബീൻ. നമ്മൾ ആർ ലിവിങ് എന്നുള്ളത് ചേഞ്ച് ചെയ്ത് നമ്മൾ ഹാവ് ബീൻ അത് ചെക്ക് ചെയ്യുക. അത് കറക്റ്റ് ആയിട്ട് അതിന്റെ അത് നോക്കുക. ഓക്കെ, അപ്പം ആർ എന്നുള്ളത് നമ്മൾ ചേഞ്ച് ചെയ്ത് ഹാവ് ബീൻ ആക്കി. ശർമാസ് ഇപ്പോഴും അവിടെ
താമസിക്കുന്നുണ്ട്. 8 വർഷമായിട്ട് അവിടെ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. അപ്പം have been ആക്കി. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഇൻഫോസിസിന്റെ 2021 വന്ന എക്സാം ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എക്സ്ട്രീംലി ഡീപ് ക്രാക്ക് ഓർ ഓപ്പണിംഗ് ഇൻ ദ ഗ്രൗണ്ട്. ആൻ എക്സ്ട്രീംലി ഡീപ് ക്രാക്ക് ഓർ ഓപ്പണിംഗ് ഇൻ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലെ ഒരു ഡീപ് ക്രാക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ്. അപ്പം ഈ 4 ഓപ്ഷൻസ് എയോ ബിയോ സിയോ ഡിയോ ഇതിലേതോ ഒന്നാണ് ഇത് ഇതെന്ന് പറയുന്നത്, ഫസ്റ്റിലെ ഇതെന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഖ്യാസമാണ്. ഓക്കെ, സെക്കൻഡ് ബി പറയുന്നത് അപ്പേച്ചർ ആണ്, സി ഡിച്ച് ആണ് പറയുന്നത്, ഡി പിറ്റ് ആണ് പറയുന്നത്. ഓക്കെ, അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഈ ഖ്യാസം ആരും അധികം കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഡിച്ചും പിറ്റും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അപ്പേച്ചറൊക്കെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഖ്യാസം കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഖ്യാസം എന്ന് പറയുന്നത് എന്താണ്? വിടവാണ്. വിടവാണ് ഖ്യാസം എന്ന് പറയുന്നത്, അതിന്റെ അർത്ഥം വരുന്നത് വിടവ് എന്നാണ്. ഓക്കെ, അപ്പേച്ചർ എന്ന് പറയുന്നത് ദ്വാരം അല്ലെങ്കിൽ സുഷിരം എന്നൊക്കെ പറയും. സുഷിരം, ദ്വാരം എന്നൊക്കെ പറയും. ഓക്കെ, ഡിച്ച് എന്ന് പറയുന്നത് തോട് അല്ലെങ്കിൽ കനാല് എന്നൊക്കെ പറയും. തോട്, കനാല്. ഓക്കെ, പിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കുഴിയാണ്, കുഴി. വലിയ കുഴീനെയാണ് പിറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? ഗ്രൗണ്ടിലെ ഡീപ്പ് ക്രാക്ക് ഓർ ഓപ്പണിംഗ് എന്നാണ് പറയുന്നത്. ഗ്രൗണ്ടിലെ ഡീപ്പ് ക്രാക്ക്, ആഴമേറിയ ക്രാക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓക്കെ, ചെക്ക് ചെയ്തേ. ഓക്കെ, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഖ്യാസമാണ്. ഫസ്റ്റ് ഓപ്ഷൻ എ ആണ്, ഖ്യാസമാണ് ആൻസർ എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മൈ ഡാഷ് ടു യു ഈസ് ദാറ്റ് യു ഷുഡ് ഡാഷ് യുവർ സെൽഫ് ടു ദ സിറ്റുവേഷൻ ആസ് ക്വിക്ലി ആസ് പോസിബിൾ. മൈ ഡാഷ് ടു യു ഈസ് ദാറ്റ് യു ഷുഡ് ഡാഷ് യുവർ സെൽഫ് ടു ദ സിറ്റുവേഷൻ ആസ് ക്വിക്ലി ആസ് പോസിബിൾ. ഈ ഡാഷ് ഉള്ള സ്ഥലങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഓപ്ഷൻസ് ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് അഡ്വൈസ്, അഡാപ്റ്റ്. ബി എന്ന് പറയുന്നത് അഡ്വൈസ്, അഡോപ്റ്റ്. സി എന്ന് പറയുന്നത് അഡ്വൈസ്, അഡാപ്റ്റ്. ഡി എന്ന് പറയുന്നത് അഡ്വൈസ്, അഡോപ്റ്റ്. ഈ എസും സിയും മാറ്റമുള്ളൂ അല്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, അഡ്വൈസ് എന്ന് പറയുന്നത് അറിയാം, അർത്ഥം അറിയാം അല്ലേ? അഡ്വൈസ് എന്നുള്ള എസ് വരുന്നത് ഉപദേശിക്കുക എന്നുള്ളതാണ് അർത്ഥം വരിക. ഓക്കെ, ഉപദേശിക്കുക എന്നാണ് പറയുന്നത്. അഡ്വൈസോ ഉപദേശം, ഉപദേശമേ ഉള്ളൂ. ഓക്കെ, അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊരുത്തപ്പെടുക എന്നുള്ള അർത്ഥം വരികയാണ് അഡാപ്റ്റ് എന്ന് പറയുക. ഓക്കെ, അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ദത്തെടുക്കുക, ദത്ത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ അഡ്വൈസിന്റെ അർത്ഥം നോക്കാം. അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബാണ്. ഓക്കെ, അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബാണ്. അഡ്വൈസ്, അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശിക്കുക, ഉപദേശിക്കുക. അവിടെ ഒരു ആക്ഷൻ ആണ് നടക്കുന്നത് അല്ലെ? ആക്ഷൻ ആണ്. ഓക്കെ, ഉപദേശിക്കുക, ഉപദേശിക്കുകയാണ്. അപ്പം ഒരു ആക്ഷൻ ആണ്, അത് വെർബാണ്. അപ്പൊ മറ്റേ അഡ്വൈസ്, അഡ്വൈസ് വരുന്നത് എന്താണ്? അതൊരു നൗൺ ആണ്. ഓക്കെ, ഉപദേശം എന്നേ ഉള്ളൂ, ഉപദേശം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്താണ് കറക്റ്റ് ആൻസർ? അഡാപ്റ്റ് ആണ് വരുന്നത്. അതായത് അഡാപ്റ്റ് എന്ന് പറയുന്നത് പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അഡ്വൈസ്, അഡാപ്റ്റ്. അപ്പം ഇവിടെ കറക്റ്റ് ഫില്ലിൻ്റെ എന്താണ്? അതായത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മൈ ഡാഷ് ടു യു. അപ്പോൾ അവിടെ എന്താണ്? നൗൺ ആണ് വരേണ്ടത്. അപ്പം അഡ്വൈസ്, അഡ്വൈസ് ആണ് വരുന്നത്. ഏതാണ്? CE ആണ് വരുന്നത്. അഡ്വൈസ്, CE ആണ് വരുന്നത്. ഉപദേശമാണ് വരുന്നത്. ഉപദേശം, എൻ്റെ ഉപദേശം ആണല്ലേ? ഓക്കെ, അപ്പം ടു യു ഈസ് ദാറ്റ് യു ഷുഡ് അഡാപ്റ്റ്. അഡാപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊരുത്തപ്പെടുക, പൊരുത്തപ്പെടണം എന്നാണ് പറയുന്നത്. അപ്പം ആൻസർ എങ്ങനെയാണ് വരുന്നത്? മൈ അഡ്വൈസ് ടു യു ഈസ് ദാറ്റ് യു ഷുഡ് അഡാപ്റ്റ്
yourself to the situation as quickly as possible. ഓക്കെ, ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് എക്സാംസിന് 2021 വന്ന് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുന്നതാണ്, നമ്മളൊന്നുകൂടെ പഠിക്കുകയാണ് അല്ലേ. നമ്മൾ TCS ഇൻഫോസിസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് പഠിക്കുകയാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ സ്റ്റുഡൻസ്